സോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി കണ്ടൻറ്റാണ്. നമ്മളിന്ന് കുറേ വെറൈറ്റി ലൈഫ് ഹാക്സ് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ഗൈസ് നമ്മൾ ആദ്യത്തെ വീഡിയോ വന്നിട്ടുണ്ട്. ഒരു ബ്രഷ് ഒരു പേസ്റ്റ് എടുക്കുന്നു, അതിന് ശേഷം ഒരു ക്ലിപ്പ് എടുക്കുന്നു, അത് വെച്ച് പിടിക്കുന്നു, ബ്രഷ് പേസ്റ്റ് വരും. അങ്ങനെ അങ്ങനെ വരും. എല്ലാവർക്കും അറിയായിരിക്കും, എനിക്കും അറിയാം. അപ്പം നമുക്ക് എന്തായാലും അതൊന്ന് ട്രൈ ചെയ്യാം. അതിനായിട്ട് നമ്മളൊരു ബ്രഷല്ല പേസ്റ്റും ഒരു അമ്മയുടെ ഒരു ക്ലിപ്പും എടുത്തിട്ടുണ്ട്. അപ്പം ഒരു തീർന്ന പേസ്റ്റാണ് എടുത്തിരിക്കുന്നത് അവർ പറഞ്ഞ പോലെ. അപ്പം നമുക്കിത് തുറക്കാം. അതിനുശേഷം അവർ പറഞ്ഞാൽ ഇങ്ങനെ കയറ്റണം. ഇതിങ്ങനെ കയറ്റിയതിന് ശേഷം കയറുന്നില്ല. കയറുന്നില്ലല്ലേ? കേസ് കയറിയിട്ടുണ്ട്. പിന്നെ കയറ്റിയതിന് ശേഷം ഇങ്ങനെ ആക്കണം, നമുക്ക് മുമ്പിലോട്ട് വെക്കണം. നമുക്ക് പേസ്റ്റ് വരുമോ നോക്കാം. പാണി വരുന്നില്ലല്ലേ? ഒരു തുള്ളി പേസ്റ്റ് പോലും വന്നില്ല. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ചെയ്തു നോക്കാം. ചിലപ്പോൾ ഞാൻ ചെയ്തതിൽ ഒന്നും പ്രശ്നമായിരിക്കും. ഒരു പ്രാവശ്യം കൂടെ ചെയ്തു നോക്കാം. കയറ്റിയതിന് ശേഷം ഇതിന് ചെറിയൊരു വളവുണ്ട് ഈ ക്ലിപ്പിന്, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. കയറുന്നില്ല കേസ്. ഇത് നമ്മൾ ഈ സൈഡിൽ നിന്ന് കയറ്റി കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് അമർത്തി പിടിച്ച് താക്കാം. നന്നായിട്ട് അമർത്തി പിടിക്കണം. ഓക്കെ വന്നോ guys. ആദ്യത്തെ ഇത് കൺഫേം ആയിട്ടുണ്ട്. നമുക്ക് നേരെ അടുത്തതിലോട്ട് പോകാം. അടുത്ത എന്താന്ന് നോക്കാം. ഒരു പൈപ്പ്, അതിനകത്ത് വെള്ളം സാധാരണ രീതിയായിരുന്നു, കുഴപ്പമില്ല. അതിനകത്ത് പേസ്റ്റിൻ്റെ അടപ്പ് എത്തിച്ചാൽ ഇങ്ങനെ വരും. ട്രൈ ചെയ്ത് നോക്കാം. പേസ്റ്റിൻ്റെ അടപ്പെടുക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. 2000 years later. ണ്ടിരിക്കുന്ന ഒരു പേസ്റ്റ് എൻ്റെ അടപ്പെടുക്കുക. നമ്മളിപ്പോൾ അതുപോലെ ഒരു കറുത്ത അതേപോലത്തെ ഒരു പൈപ്പിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ വെള്ളം തുറക്കുമ്പോൾ സാധാ രീതിയിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ ഇത് കയറ്റി കൊടുക്കണം. ഗൈസ് ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഇറുക്കി കയറ്റി കൊടുക്കും. പൈപ്പ് പൊട്ടിപ്പോകരുത്. ഗൈസ് തുറക്കാം. ഗൈസ് നമ്മൾ രണ്ടാമത്തെ സക്സസ്. എന്താണ് ഇതിൻ്റെ ഉപയോഗം എന്നുള്ളത്, എന്നാലും ആ രീതി വരുന്നുണ്ട്. ഇതിൻ്റെ ഉപയോഗം എന്തായിരിക്കും ഇങ്ങനെ വെച്ചാൽ അടുത്തതിലോട്ട്. അടുത്ത വീഡിയോ നോക്കാം. അടുത്ത ഒരു കുപ്പി എടുക്കുന്നുണ്ട്. അതിനകത്ത് കുറേ ഹോട്ട് ഇടുന്നു. എന്നിട്ട് അത് തുറക്കുമ്പോൾ വെള്ളം വരും.
ഇത് കൊള്ളാം, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിനായിട്ട് നമ്മളൊരു കുപ്പി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നെ എടുക്കണം ഇതിനടി ഹോളിടാൻ. ഗൈസ് പിന്നും കുപ്പിയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഹോളിടാം. ഒരു 4-5 ഹോൾ മതിയായിരിക്കും. ഒരു ഹോൾ ഇനി ഇടാൻ പറ്റുമെന്ന് നോക്കാം. പക്ഷേ അടി ഭാഗത്തായിട്ട് കുത്തണം. ഗൈസ് കയറുന്നില്ല. ഗൈസ് കയറി. ഒരു ഹോളിട്ട് അടുത്ത ഹോളിടാം. കുറച്ച് വലിയ ഹോളായിരിക്കണം ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ വെള്ളം വരാൻ ബുദ്ധിമുട്ട്. ഭയങ്കര കട്ടി. നിങ്ങൾ എടുക്കുമ്പോൾ ഒരു കട്ടി കുറഞ്ഞ് എടുക്കണം കേട്ടോ. ഇപ്പോൾ 4 ഗോൾ എടുത്തിട്ടുണ്ട്. ഒരു 5 ഗോൾ 6 ഗോളിടാൻ മതി. ഒരു ആളെ ഓപ്ഷൻ 6 ഗോളെങ്കിലും മതി. നമ്മൾ 6 ഗോൾ എടുത്തിട്ടുണ്ട്. കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഓരോ ഇവിടെ 2-3 ഹോളുണ്ട്. അപ്പോൾ നമുക്കിനി വെള്ളം ഒഴിച്ച് ടെസ്റ്റ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നമ്മൾ ഇവിടെയാണ് കേട്ടോ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുപ്പിയിൽ വെള്ളം നിറയ്ക്കാം. നമ്മൾ കുപ്പിയിൽ വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ടെസ്റ്റിങ് ടൈമാണ്. നമുക്കപ്പോൾ ടെസ്റ്റ് ചെയ്യാം. കുപ്പി തുറക്കുന്ന സമയത്ത് അടിയിൽ നിന്ന് വെള്ളം വരണം ഗൈസ്. അതാണ് നമ്മൾ കുപ്പി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തുറക്കാം. ഗൈസ് തുറന്നു ഗൈസ്. ഞാൻ ഇപ്പോൾ തുറക്കുന്ന സമയത്ത് കണ്ടു ഗൈസ് വെള്ളം വരുന്നുണ്ട്. ഇപ്പം ഞാൻ അടയ്ക്കുകയാണെങ്കിൽ വെള്ളം നിൽക്കി കണ്ടോ ഗൈസ്. ഇതിപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് കറക്കി ലൂസാക്കി വെച്ചേക്കാം. ഇപ്പം ഞാൻ ഇതിങ്ങനെ കറക്കുന്ന സമയത്ത് വെള്ളം വരും കണ്ടോ ഗൈസ്. ഞാൻ അടയ്ക്കുന്ന സമയത്ത് വെള്ളം പോകും ഗൈസ്. സക്സസ്. ഇടാനൊന്നും പറ്റിയില്ലെങ്കിലും അല്ലെ പാത്രങ്ങളൊന്നും പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് കൈയൊക്കെ ഇങ്ങനെ ഒന്ന് വെറുതെ നനച്ചെടുക്കാം. നല്ല ലൈഫ് ഹാക്കായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്കും വീട്ടിൽ ഇത് ട്രൈ ചെയ്യാം. ഓക്കെ ഗൈസ്, ഇനി നിങ്ങൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ തന്നെ ഉണ്ടാക്കിയ, ഞാനൊന്നും ഉണ്ടാക്കിയില്ല, ഞാൻ വേറെ അടുത്ത് കണ്ടയ ഒരു മാജിക്ക് നിങ്ങളിപ്പോൾ പഠിപ്പിച്ചു തരാം. ഒരു റബ്ബർ ബാൻഡിൻ്റെ മാജിക്ക്. ഓക്കെ, അത് ഹാക്കല്ലേ, ലാസ്റ്റ് ഒരു മാജിക്ക്. അല്ലാതെ മാജിക്കുകൾ മാത്രം നോക്കുന്ന ഒരു വീഡിയോ ഇട്ട് നമ്മൾ വേറൊരു പാർട്ട് ഇറക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മാജിക്കിലോട്ട് പോവാം. നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ എന്താ കാണുന്നത്? ഒരു റബ്ബർ ബാൻഡിൻ്റെ കൈ കിടക്കുന്നു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ എന്താ കാണുന്നത്? ഒരു റബ്ബർ ബാൻഡിൻ്റെ കിടക്കുന്നു. നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ എന്താ കാണുന്നത്? ഒരു റബ്ബർ ബാൻഡിൻ്റെ കിടക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഈ റബ്ബർ ബാൻഡ് ഇങ്ങനെ വലിച്ചുകൊണ്ട് വരികയാണ്. നമുക്ക് ഇങ്ങനെ വലിച്ച് കൊണ്ടുവരിക. പതുക്കെ വലിച്ച് എങ്ങനെയുണ്ടെന്ന് ഗൈസ് മാജിക് ഒന്നുകൂടെ വേണമെങ്കിൽ കാണിച്ചു തരാം. എൻ്റെ കയ്യിലൊരു റബ്ബർ ബാൻഡ് ഇട്ടേക്കുന്നല്ലേ ഗൈസ്, നല്ല നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പം ഞാനിങ്ങനെ വലിച്ച് ഇങ്ങനെ കൊണ്ടുവരണം. അതിനിങ്ങനെ കൊണ്ടുവന്ന് താഴെ വരെ എത്തിക്കണം.
അതിന് ശേഷം ഈ 2 വിരലിലാണ് കിടന്നത്. പക്ഷെ ഇങ്ങനെ വലിക്കുമ്പം ആ വിരൽ അതിൻ്റെ അടിയിൽ കൂടെ റബ്ബർ ബാൻഡ് ഇവിടെ എത്തി. സൂത്രം അറിയണോ? കാണിച്ചു തരാം. അതിനായിട്ട് ആദ്യം ഈ റബ്ബർ ബാൻഡ് എടുത്തിട്ട് നിങ്ങൾ ഈ നടുവിരലിൽ കൂടെ ഇടുക. നടുവിരലിൽ കൂടെ ഇടണം. അതിന് ശേഷം ഈ റബ്ബർ ബാൻഡ് ഇങ്ങനെ പിടിച്ച് ഈ 2 വിരലിൽ കൂടെ കയറ്റണം. അപ്പോൾ ബാക്ക് കാണുമ്പോൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഫ്രണ്ട് കാണുമ്പോൾ ഒറിജിനൽ ഈ സൈഡിൽ ഈ റബ്ബർ ബാൻഡ് കാണാൻ പറ്റും. അത് നിങ്ങളിങ്ങനെ മറിച്ച് പിടിച്ചിരുന്നാൽ മതി. അപ്പോൾ ഇപ്പം ഇങ്ങനെ കാണിക്കുമ്പോൾ ഒരു റബ്ബർ ബാൻഡ് ഇട്ടേക്കുന്നു, പക്ഷെ ബാക്ക് കാണിക്കാൻ പാടില്ല. അതിന് ശേഷം ഇങ്ങനെ വലിക്കുന്ന സമയത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ കാണാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഇങ്ങനെ വെച്ചേക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് വെച്ചേക്കാം. അതിനുശേഷം ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചേക്കാം. അപ്പം നിങ്ങളെ കൂട്ടുകാർ വിചാരിക്കും നിങ്ങളെ വിരലിന് അടിയിൽ കൂടി ഇരിക്കും വലിച്ചെടുത്ത്. അപ്പം ഇന്നത്തെ വീഡിയോയുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് നിങ്ങൾ കമൻറ്റിലൂടെ പറയാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ഇനി അടുത്ത ഇതേപോലെ പുതിയ കണ്ടന്റുകളായിട്ട് വരുന്നതായിരിക്കും. ബൈ.